പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ, അധികമായി എന്നിൽ നിറയണമേ. സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനം എന്ത്? ഉത്തരം തെളിഞ്ഞ ആകാശവിതാനം. മഹനീയ ദൃശ്യം ആയിരിക്കുന്നത് എന്ത്? ഉത്തരം സ്വർഗം. അത്യുന്നതൻ്റെ സൃഷ്ടി വിസ്മയാവഹമാണെന്ന് പ്രഘോഷിക്കുന്നതാര്? ഉത്തരം ഉദിച്ചുയരുന്ന സൂര്യൻ. മധ്യാഹ്നത്തിൽ ഭൂമിയെ വരട്ടുന്നത് ആര്? ഉത്തരം സൂര്യൻ. അതിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും? ആരുടെ? ഉത്തരം സൂര്യൻ്റെ. എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നത് ആര്? ഉത്തരം ചൂള ജ്വലിപ്പിക്കുന്നവൻ. അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു. ആര്? ഉത്തരം സൂര്യൻ. ചൂളയിൽ നിന്ന് പുറപ്പെടുന്ന ചൂടിൻ്റെ 3 ഇരട്ടി ചൂടിൽ സൂര്യൻ ദഹിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം പർവ്വതങ്ങളെ. അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു. ആര്? ഉത്തരം സൂര്യൻ. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ കർത്താവ് സൃഷ്ടിച്ചത് ആരെയാണ്? ഉത്തരം ചന്ദ്രനെ. കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് എന്താണ്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് എന്താണ്? ഉത്തരം ഉത്സവ ദിനങ്ങൾ. പൂർണ്ണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചം ഏതാണ്? ഉത്തരം ചന്ദ്രൻ്റെ വെളിച്ചം. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി പേര് നൽകപ്പെടുന്നത് ആർക്കാണ്? ഉത്തരം മാസങ്ങൾക്ക്. ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരമാണ് അത്. ആര്? ഉത്തരം ചന്ദ്രൻ. ആകാശത്തിൻ്റെ സൗന്ദര്യം ആയിരിക്കുന്നത് എന്താണ്? ഉത്തരം നക്ഷത്രങ്ങളുടെ ശോഭ. കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിര എന്താണ്? ഉത്തരം നക്ഷത്രങ്ങൾ. പരിശുദ്ധൻ്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു. ആര്? ഉത്തരം നക്ഷത്രങ്ങൾ. അവ ഒരിക്കലും കണ്ണ് ചിമ്മുന്നില്ല. ആര്? ഉത്തരം നക്ഷത്രങ്ങൾ. മനോഹരമായ ചാപം കൊണ്ട് ആകാശത്തെ വലയം ചെയ്യുന്നത് എന്താണ്? ഉത്തരം മഴവില്ല്. ശോഭയാൽ അഴകുറ്റത് ആയിരിക്കുന്നത് എന്താണ്? ഉത്തരം മഴവില്ല്. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി സ്തുതിക്കേണ്ടത് ആരെയാണ്? ഉത്തരം സൃഷ്ടാവിനെ. അത്യുന്നതൻ്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത്. എന്ത്? ഉത്തരം മഴവില്ല്. കർത്താവ് തൻ്റെ കൽപ്പനയാൽ അയക്കുന്നത് എന്തിനെയാണ്? ഉത്തരം ഹിമവാതത്തെ. സംഭരണശാലകൾ തുറന്ന് പക്ഷികളെപ്പോലെ പറക്കുന്നത് ആരാണ്? ഉത്തരം മേഘങ്ങൾ. കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ വിറകൊള്ളുന്നത് ആരാണ്? ഉത്തരം പർവ്വതങ്ങൾ. കർത്താവ് മഞ്ഞ് വിതറുന്നത് എങ്ങനെയാണ്? ഉത്തരം പറന്നിറങ്ങുന്ന പക്ഷികളെപ്പോലെ. പറന്നിറങ്ങുന്ന പക്ഷികളെപ്പോലെ കർത്താവ് മഞ്ഞ് വിതറുമ്പോൾ അതിറങ്ങി വരുന്നത് എങ്ങനെയാണ്? ഉത്തരം വെട്ടുക്കിളി പറ്റം പോലെ. അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു. എന്ത്? ഉത്തരം മഞ്ഞ്. കർത്താവ് ഭൂമിയിൽ ഉപ്പുപോലെ വിതറുന്നത് എന്താണ്? ഉത്തരം തുഷാരം. ഉറയുമ്പോൾ കൂർത്ത മുള്ളുപോലെ ആകുന്നത് എന്താണ്? ഉത്തരം തുഷാരം. ജലം പടച്ചട്ട പോലെ അണിയുന്നത് എന്തിനെയാണ്? ഉത്തരം മഞ്ഞുകട്ടയെ. പർവ്വതങ്ങൾ ചൂട് കൊണ്ട് ദഹിക്കുകയും മരുഭൂമി വളരുകയും സസ്യങ്ങൾ അഗ്നി പോലെ വാടിക്കരിയുകയും ചെയ്യുമ്പോൾ എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്താണ്? ഉത്തരം മൂടൽമഞ്ഞ്. ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നത് എപ്പോൾ? ഉത്തരം മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ. അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്താണ്? ഉത്തരം ദ്വീപുകളെ.
തൻ്റെ ഭക്തർക്ക് അവിടുന്ന് പ്രദാനം ചെയ്യുന്നത് എന്താണ്? ഉത്തരം ജ്ഞാനം. പ്രഭാഷകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 33. എല്ലാറ്റിൻ്റെയും സാരം എന്താണ്? ഉത്തരം അവിടുന്നാണ് സർവവും. എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം കർത്താവ്. എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം അവിടുത്തെ വചനത്താൽ.